മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപത വിഭാഗവും ചങ്ങനാശ്ശേരി അതിരൂപത വിഭാഗവും എന്തുകൊണ്ട് വിഭജിച്ച് രണ്ടും രണ്ട് സഭകളാകണം? ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി സമൂഹ മാധ്യമത്തിൽ കണ്ട ഒരു ലേഖനമാണ് ഷെയർ ചെയ്യുന്നത്. 23 പൗരസ്ത്യ സഭകളുടെയും പാശ്ചാത്യ സഭയായ ലത്തീൻ കത്തോലിക്ക സഭയുടെയും കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. പൗരസ്ത്യ സഭകളിലെ ഓരോ സഭയും അതിന്റെ സ്വത്വം കൊണ്ടാണ് വേർതിരിക്കപ്പെടുന്നത്. ചരിത്രം, ദൈവശാസ്ത്രം, ആത്മീയത, ആരാധനാക്രമം, ഹൈറാർക്കി എന്നിവയിലുള്ള വ്യത്യാസമാണ് ഓരോ പൗരസ്ത്യ സഭകളെയും വ്യത്യസ്തമാക്കുന്നത്. എങ്കിലും നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വം എന്ന പോലെ യേശു ക്രിസ്തുവിലും അവിടുത്തെ വികാരിയും പത്രോസിന്റെ പിൻഗാമിയുമായ റോമയിലെ മാർപ്പാപ്പയുടെ പരമാധികാരത്തിന് കീഴിലും ഈ സഭകളെല്ലാം കത്തോലിക്ക സഭയിൽ ഏകമായിട്ടാണ് നിൽക്കുന്നത്. ഓരോ വ്യക്തി സഭയ്ക്കുള്ളിലുള്ളതും പ്രാദേശികമായും സാംസ്കാരികമായും കടന്നു വന്നിട്ടുള്ളതുമൊക്കെയായ വ്യത്യസ്തതകളുടെ പ്രാധാന്യം പരസ്പരം അംഗീകരിച്ചുകൊണ്ടാണ് കത്തോലിക്ക സഭ ഈ ഏകത്വം കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയ്ക്കുള്ളിലെ ഓരോ വ്യക്തി സഭകളിലും വ്യക്തിസഭയ്ക്കുള്ളിൽ പോലും നിരവധിയായ വൈവിധ്യങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും. ആരാധനാക്രമപരമായും ദൈവശാസ്ത്ര വീക്ഷണങ്ങളിലും ആത്മീയതയിലും വ്യത്യസ്ത പാരമ്പര്യങ്ങൾ പലപ്പോഴും ഒരു വ്യക്തിസഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുക എന്നത് കത്തോലിക്ക സഭയിൽ സാധാരണമായ കാര്യമാണ്. ഈ വൈവിധ്യങ്ങളിൽ പോലും വ്യക്തിസഭാംഗങ്ങളെ അതിനുള്ളിൽ തന്നെ ഐക്യത്തിൽ ഒന്നിച്ചു നിർത്തുന്നതിൽ പ്രസ്തുത സഭകളുടെ അധ്യക്ഷന്മാരും നേതൃ സംവിധാനവുമാണ്. മാത്രമല്ല, ഈ വ്യത്യസ്തമായ വീക്ഷണങ്ങളുടെയും കൈവഴികളായ നിരവധി പാരമ്പര്യങ്ങളുടെയും നടുവിൽ ചരിത്രത്തിലൂടെ കൈമാറി വന്ന വ്യക്തിസഭയുടെ പൊതുവായ പാരമ്പര്യം വ്യക്തിസഭാംഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ഐക്യപ്പെടുത്തുകയും സഭാബോധം നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ 23 പൗരസ്ത്യ സഭകളിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ സഭയായ സീറോ മലബാർ സഭ വ്യത്യസ്തമായ രണ്ട് സ്വത്വബോധങ്ങൾ നിലനിൽക്കുന്ന സഭയാണ്. അത് എറണാകുളം പുരോഗമന വിഭാഗം എന്നും ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ചുള്ള പാരമ്പര്യവാദ വിഭാഗമെന്നും രണ്ടായി തരംതിരിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ മാർത്തോമാ ശ്ലീഹായിൽ നിന്നും ഉത്ഭവിച്ച കേരള സഭയുടെ പാരമ്പര്യത്തെ ഇരു വിഭാഗവും അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതിനുശേഷമുള്ള സഭയുടെ ചരിത്രത്തെ തന്നെ രണ്ടും രണ്ട് രീതിയിലാണ് സ്വീകരിക്കുന്നത്. കൽതായ പാരമ്പര്യവാദികൾ എന്നറിയപ്പെടുന്ന ചങ്ങനാശ്ശേരി വിഭാഗം ആരാധനാക്രമത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സീറോ മലബാർ സഭയെ പൗരസ്ത്യ സുറിയാനി സഭയുടെ പുത്രി സഭയായി കണക്കാക്കുന്നു. പൗരസ്ത്യ സുറിയാനി സഭയിൽ നിന്നും വിട്ടുനിൽക്കുന്ന തരത്തിൽ വ്യത്യസ്തമായ ഒരു സ്വത്വം ഇവർ സീറോ മലബാർ സഭയ്ക്ക് നൽകുന്നുമില്ല. മാത്രമല്ല, ലത്തീൻ രീതികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അത്തരം രീതികളോട് അമിതമായ വെറുപ്പും ഇക്കൂട്ടർ വെച്ച് പുലർത്തുന്നുണ്ട്. എന്നാൽ നെസ്തോറിയൻ സഭയെയും ലത്തീൻ സഭയെയും മുൻനിർത്തി സീറോ മലബാർ സഭയുടെ പിതൃത്വം ആരോപിക്കുന്ന നയങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപത അതിശക്തമായി തിരസ്കരിക്കുന്നുണ്ട്. മാർത്തോമാ ശ്ലീഹായിൽ സ്ഥാപിതമായ സീറോ മലബാർ സഭയുടെ സ്വത്വം നെസ്തോറിയൻ സഭയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുന്നതിനെ എറണാകുളം അതിരൂപത വിഭാഗം ശക്തമായി എതിർക്കുന്നുണ്ട്. മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യമുള്ള സഭയിൽ വിദേശ പോർച്ചുഗീസ് മെത്രാന്മാരുടെ കൈകടത്തൽ പാരമ്പര്യവാദികൾ അധിനിവേശമായി കണക്കാക്കുന്നത് പോലെ തന്നെ മാർത്തോമാ ക്രിസ്ത്യാനികൾക്കിടയിൽ നെസ്തോറിയൻ സഭ നടത്തിയ കൈകടത്തലും അധിനിവേശം തന്നെയാണ്. ഈ അധിനിവേശങ്ങൾ മാർത്തോമാ ക്രിസ്ത്യാനികൾക്കിടയിൽ ദോഷങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിലും അതിലധികം ഗുണങ്ങളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഭയുടെ നിലവിലെ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നത് സഭയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു എന്ന ബോധ്യത്തിൽ അധിഷ്ഠിതമായാണ് എറണാകുളം അങ്കമാലി അതിരൂപത പൗരസ്ത്യ സുറിയാനി സഭയുടെ രീതികളെയും ലത്തീൻ സഭകളുടെ രീതികളെയും സീറോ മലബാർ സഭയുടെ ആദ്യത്തെ നാട്ടുമെത്രാന്മാരുടെ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കുന്നത്. മാത്രമല്ല, സീറോ മലബാർ സഭയുടെ സാംസ്കാരിക പൈതൃകം ഭാരതീയമാണെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ തുടർന്നുണ്ടായ കത്തോലിക്ക സഭയുടെ നവീകരണ കാഴ്ചപ്പാടുകളോട് ചേർന്ന് എറണാകുളം അങ്കമാലി അതിരൂപത സഞ്ചരിക്കുകയാണ്. എന്നാൽ നിലവിലെ രീതികൾ മാറ്റി സീറോ മലബാർ സഭയെ പൂർണ്ണമായും നെസ്തോറിയവൽക്കരിക്കാനാണ് പാരമ്പര്യവാദികൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ ഈ രണ്ട് വിഭാഗവും അവരുടേതായ സ്വത്വത്തിന്റെ കാഴ്ചപ്പാടിലൂടെയാണ് സീറോ മലബാർ സഭയിൽ ആയിരിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങളിൽ തങ്ങളുടെ സ്വത്വത്തെ പണയം വെക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപത തയ്യാറുമല്ല. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.